വേറെ എൻ്റെ തെളിവ് സഹിതം പലതും ഉണ്ട്. ഞാനങ്ങ് വലിച്ച് കീറും. സെജിനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള പ്രശ്നം ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സെജിനയുടെ മുൻ ഭർത്താവ് കൂടിയായിരുന്ന ഫിറോസ് ഖാൻ ഒരു ഓഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നത് സെജിനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ സെജിന റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് 3 കോടി മുതൽ 10 കോടി രൂപ വരെയാണ് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഈ റസൂൽ പൂക്കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അമ്മയുടെ പ്രായം വരെയുള്ള ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കാണാൻ പറ്റാത്തതാണ് കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മള് വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്. ഇല്ലല്ല, എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലല്ലല്ല. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാനല്ലേ അത് അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. അപ്പൊ സെജിനയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോടി രൂപ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യില്ല. കാരണം സെജിനക്ക് റസൂൽ പൂക്കുട്ടിയിൽ നിന്നുള്ള ആ ഒരു കുഞ്ഞിനെ വളർത്തണം, റസൂൽ പൂക്കുട്ടിയുമായിട്ടൊരു കുടുംബജീവിതം നയിക്കണം എന്നൊക്കെയാണ് സെജിനയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് സെജിന 3 കോടി രൂപ ആവശ്യപ്പെടുന്നത്. അപ്പോഴെങ്കിലും റസൂൽ പൂക്കുട്ടി സമ്മതിക്കുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫിറോസ് ഖാൻ പറയുന്നുണ്ട് സെജിന ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട്. അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഫിറോസ് ഖാന്റെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ജസ്റ്റ് കേട്ടോക്കാം. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജിന അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഈ കേസിൽ എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത കേസിൽ ഞാൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നവർ പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതാകുമ്പോ മെയിൻ ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഞാൻ എന്റെ വൈഫിനോട് സംസാരിച്ചു. എന്റെ വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനകത്തൊരു ബാഡ് ബ്ലഡ് വേണ്ട. അപ്പൊ റസൂൽ പൂക്കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, ടോക്സിക്കിന്റെ ആ ഹൈ സ്റ്റേജ് ആണ് ഈ റിലേഷൻഷിപ്പ് എന്നാണ് റസൂൽ പൂക്കുട്ടി വരെ പറയുന്നത്. അപ്പോ ഫിറോസ് ഖാൻ പറയുന്നതിലും ന്യായമുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫിറോസ് ഖാൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ഇതിനു മുമ്പ് പുറത്തു വിട്ട ഓഡിയോ എല്ലാം കേട്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു BMW സ്റ്റോറി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് 30 മിനിറ്റോളം ഉള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏതാനും കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം ഇതിനകത്ത് കേൾപ്പിക്കുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് കേട്ട് നോക്കാം. അതൊരു കേസ് ഒരു കൗണ്ടർ ചെയ്യുമ്പോൾ കേസും വിലക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അതൊരു കേസ് ഒരു കൗണ്ടർ ചെയ്യുമ്പോൾ കേസും വിലക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ സെജിനയുടെ വോയിസ് നമ്മൾ ഒരുപാട് കേട്ടു. ഇനി ഫിറോസ് ഖാൻ എന്താണ് പറയുന്നത്, ആളുടെ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. കാരണം ഇനി എന്തായിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള അയാളുടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇനി വലിയ വലിയ കഥകളായിരിക്കും അങ്ങോട്ട് വരാൻ പോകുന്നത്. കാരണം സജിന എന്ന ക്രിമിനലും സജിനയോടൊപ്പം നിൽക്കുന്ന വലിയ വലിയ ക്രിമിനൽസും നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും പേരുണ്ട്. ഇവരൊക്കെ ഓരോ രീതിയിൽ സമൂഹത്തിൽ പല മേഖലകൾ പിടിപാടുള്ളതാണ്. പൊളിറ്റിക്സിലും ഒക്കെ എല്ലാ മേഖലകളിലും പിടിപാടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ അപായമായ, അതായത് എന്നെ കൊന്നുകളയാൻ വരെ മടിക്കാത്ത ടീമുകളാണ്. പക്ഷേ അതൊന്നും ഞാനതൊന്നും ബോധർ ചെയ്ത് ചെയ്യുന്നില്ല ഇനി. കാരണം ഇതിലും വലിയൊരു മരണം എനിക്കില്ല. ഞാൻ അനുഭവിച്ചതിലും കൂടുതൽ മരണം എനിക്കില്ല. അപ്പോൾ കൂടാതെ തന്നെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ പേരുകൾ കൂടാതെ തന്നെ ഒരു
3 ക്രിമിനൽ കൂടെ സജനയുടെ കൂടെയുണ്ട്. ആ പേരുകൾ ഞാനിപ്പം പറയുന്നില്ല, കാരണം അവരെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു സീരീസിലേക്ക് കഥകൾ പോകും. അത് വലിയൊരു സെൻസിറ്റീവ് വിഷയമായിട്ട് വേറെ വരും. തൽക്കാലം ഞാൻ അവരുടെ പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇത് കൂടുതൽ ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല. പക്ഷേ ഉറപ്പായിട്ട് ഇനിയിപ്പോൾ സജന പല പല കാര്യങ്ങളെയും പല മാനിപ്പുലേറ്റ് ചെയ്ത് എന്തും പറയല്ലോ, നാക്കിനില്ലല്ലോ, അത് പറഞ്ഞു കൊണ്ടുവരും. പിന്നെ പലരെയും കളത്തിൽ അവർ ചിലപ്പോൾ ഒരു ഉമ്മയെ പോലും ചിലപ്പോൾ കളത്തിലിറക്കി പറയിപ്പിക്കും. കാരണം ഒരു ഉമ്മയെ വെച്ചിട്ട് പഴയ എൻ്റെ എക്സ് വൈഫിനെ വരെ വിളിപ്പിച്ചിരുന്നു. എൻ്റെ ഓഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. വിളിപ്പിച്ചു, ഇതിനകത്ത് ഇറക്കാൻ നോക്കി. അപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നും, അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇതിന് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നിട്ടും കാല് പിടിക്കുന്നവരുടെ ഒന്നും ഇതിൻ്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും പറയുമെന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഓരോ ഫ്രണ്ട്സിനെയും സജന അതായത് ഞാനുമായിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിട്ട് ഓരോ കഥയും അടിച്ചേൽപ്പിക്കുകയാണ്. ഞാനോട്ട് പ്രണയമാണ്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ സത്യത്തിൽ ഈ വീഡിയോ വന്നപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വീഡിയോ സജന ഇട്ട കാര്യം തന്നെ. അവർ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് കണക്ക് ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് അവർക്ക് വട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊരു കഥ അടിച്ചേൽപ്പിക്കുകയാണ്. അത് കണക്ക് ഒരു കുട്ടിയെടുത്ത് വിളിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, പോക്സോ വരെ എനിക്ക് ചുമത്താനുള്ള പരിപാടിയുള്ളതെന്ന് വെച്ചാൽ അതായത് മകളുടെ പ്രായമുള്ളൊരു കൊച്ചുമായിട്ട് ഞാൻ ആ കൊച്ചിനെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കഥ, ചെറിയ കഥയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഇവൾ കിടന്നുള്ള തത്രപ്പാട്. അങ്ങനെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അതായത് എനിക്ക് ആരൊക്കെ പരിചയമുണ്ടോ ഇവരെല്ലാം വിളിക്കണം. അപ്പം വിളിച്ചിട്ട് ആ കുട്ടിയെടുത്ത് എനിക്കെതിരെ ഒരു ഓഡിയോ ഇട്ട് തരുമോ എന്നൊക്കെ ഉള്ളത്. ഭാഗ്യത്തിന് ആ കുട്ടിയുടെ മൊബൈൽ റെക്കോർഡ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഓഡിയോസും കാര്യങ്ങളും, അതായത് ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും നമ്മൾ സംസാരിക്കുകയോ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇവൾ ബന്ധപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങ് ആക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിച്ചിട്ട്. കാരണം എന്തെങ്കിലും ഒരു തെളിവോ ഒരു സംഭവങ്ങളോ എനിക്കെതിരെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് പല കളികളും ഇവൾ നോക്കി. അതിന് കിടന്ന് കാണിച്ച തത്രപ്പാട്. ഈ വിഷയം അറിഞ്ഞിട്ട്, ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട്, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സജനയെ വിളിച്ചു. അതായത് ഒരിക്കലും ഇത്രയും ക്രിമിനലാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കള്ളം പറയാൻ പറ്റുമോ ഒരു മനുഷ്യന് സമൂഹത്തോട്? അത് എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. അതായത് വീടിൻ്റെ കാര്യമായിക്കോട്ടെ, ബൈക്കിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, പോക്സോ ആയിക്കോട്ടെ, പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യം ഒരാൾക്കും ലോകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നുണ വന്ന് എന്തൊരു തന്മയത്തോടെ, ഇത്രയും നല്ല അഭിനേത്രിയാണ് അവളുടെ ജീവിതത്തിൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാം തരം കേട്ടോ. അങ്ങനെ അവൾ വന്നത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അപ്സെറ്റായിപ്പോയി. കാരണം ചെറിയ കാര്യമല്ലല്ലോ, ഈ കുഞ്ഞിനെയും ബാധിക്കില്ലേ, കുഞ്ഞിൻ്റെ തന്ത ഇങ്ങനെയുള്ളവനാണെന്നുള്ളത് കള്ളക്കഥയിൽ കൂടിയായാലും ജനം വിശ്വസിക്കത്തില്ലേ. ഞാൻ ഉടനെ സജനയെ വിളിക്കുകയാണ്. ഈ വിളിക്കുമ്പോൾ ഉള്ള രസമെന്ന് പറയുന്നത് നമ്മൾ അപ്സെറ്റായിട്ടാണ് വിളിക്കുന്നത്, മൈൻഡ് ഔട്ടായി നിന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് അവൾ ഓരോ പുതിയ കഥ ഈ മറ്റേ പിള്ളേരെയും അവരെയൊക്കെ വിളിച്ചാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ അതായത് ഞാനൊരു കാര്യം ചെയ്തു അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നില്ല, നമ്മളതങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അപ്സെറ്റായി നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം ഓരോരോ കഥ നമ്മളെ അത് റെക്കോർഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഫിറോസ് ഖാൻ പറയുന്നത് ഫിറോസ് ഖാനെ കുറിച്ചിട്ട് ഇല്ലാത്ത ഓരോ കഥകൾ ഉണ്ടാക്കുകയാണ്. മറ്റുള്ള പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട്, ശാരീരികമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ വരെ അപായമാണ്, അദ്ദേഹത്തെ കൊന്നു കളഞ്ഞേക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ അനുഭവിച്ചതിൽ കൂടുതൽ വലിയ ഒരു മരണം അദ്ദേഹത്തിന് ഇല്ല, അദ്ദേഹം അനുഭവിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫിറോസ് ഖാൻ പറയുന്നുണ്ട് സജിന കൂടാതെ വേറെയും 1-2 ക്രിമിനൽസ് ഇതിനകത്തുണ്ട്, അത് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ സജിനയുടെ ഉമ്മയെ വരെ ഇതിനകത്ത് വലിച്ചിട്ടേക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾ ഇത്രയും വലിയ അലിഗേഷൻ ഇട്ടിട്ട് അയാൾ തകർന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പുതിയ കഥകൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ തർക്കമാണ്. ഞാൻ അന്നേരം പറയുന്നുണ്ട് സജന, ഈ വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ എവിടെയും തെറ്റ് പറഞ്ഞിട്ടില്ല, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഞാനും വേണമെങ്കിൽ നീ റസൂൽ പൂക്കുട്ട മുഖം രക്ഷിക്കാനല്ലേ, ഞാനും വേണമെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, റസൂലിനെ ഞാൻ ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞത്, എങ്കിലും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ കേസും കൊടുത്തിരിക്കുന്നു ഇവൾ. അത് മനസ്സിലാക്കണം. ഞാൻ അവളുടെ ജീവിതത്തിൽ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഞാൻ തല്ലിയിട്ടില്ല. അപ്പം പലരും പറയും നീ ആ തല്ല് കൊടുത്തിട്ട് രക്ഷപ്പെട്ടേനെ, ഒരിക്കലും ഇല്ല. അത് പറയുന്നവർക്ക് പറയാം. അവളിനി എത്ര തല്ലിയാലും ഒരിക്കലും അങ്ങനെ തല്ലിയതുകൊണ്ട് അവളെ കൊന്നാൽ, കാരണം അവൾ തന്നെ കത്തിയെടുത്ത് വെച്ചിരിക്കുകയല്ലേ മരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തല്ലിയാലൊന്നും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ തല്ലുന്നതല്ല എൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. എന്നിട്ടാണ് അവൾ പറയുന്നത് അവൾ മേക്കപ്പ് ഇടുന്നത് ഞാൻ തല്ലിയെന്ന് മറയ്ക്കാനാണെന്ന്. അത് കേൾക്കുന്ന മനുഷ്യർക്ക്, ഈ ചോറുണ്ണുന്നവർക്കത് മനസ്സിലാവും, മേക്കപ്പ് ഇടുന്നതും അതിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒന്ന് ആലോചിക്കണം എന്ത് വിചിത്രമായ കഥകളാണ് അവൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ പക്ഷേ ഇതാണ് ഈ ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്തായാലും നടക്കും. ഇത് ഇവിടെ കൊണ്ട് എന്തായാലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിൽക്കുന്നതും അവളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ക്രിമിനൽസും കൂടെ ചേർന്ന് പല പല ഇതായിട്ട് മുന്നോട്ട് വരും. എന്തായാലും നമ്മൾ ഇറങ്ങി മുന്നോട്ട് തന്നെ പോകുകയാണെങ്കിൽ മുന്നോട്ട് തന്നെ കാണാം. പക്ഷേ ഇപ്പോഴും ഞാൻ പുറത്തു വിടാത്ത പല തെളിവുകളും അതെനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് വിടാൻ. പല വീഡിയോസും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ കാര്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇത്രയും കാര്യം വന്നിട്ട് ഇത് ഞാൻ വിജയിക്കുകയല്ല, ഇപ്പോഴും പറയുന്നു. ഞാനിത് പറയേണ്ട ഒരു സാഹചര്യം എന്നെ കൊണ്ടാക്കിയിട്ട് ഇത് പറയിപ്പിക്കുകയാണ്. എന്തായാലും ശരി. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരാനുള്ള അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. അത്രയും നെഞ്ചിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. അത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അല്ലാഹുവാണ് സത്യം. നോമ്പിൻ്റെ സമയം ഞാൻ പറയുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നുവരെ മീഡിയയിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ നാളെ പറയേണ്ടി വരരുത്. ഇതോടെ നിർത്തിച്ചാൽ മതി. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ പക്ഷേ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനത് പ്രിക്കോഷൻസ് എടുത്തു തന്നെ. ആണല്ലോ പറയണ്ട, പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്നും മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. കേട്ടോ, അതൊരു കേസ് ഒരു കൗണ്ടർ ചെയ്യുമ്പോൾ കേസും വിലക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നമ്മളൊരു ബുക്കിംഗ് കേസ് കൊടുക്കുമ്പോൾ കേസ് ബലപ്പെടാനായിട്ട് കൊടുക്കും. അത് മനസ്സിലാക്കും. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, അത് കൊടുക്കേണ്ട ഞാനാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അപ്പോൾ ഇതില് ഇദ്ദേഹം പറയുന്നത് ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. പിന്നെ ഇദ്ദേഹമായിട്ട് ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കി ഇത്രയും നാളുകളായിട്ട് ഫിറോസ് ഖാൻ ഇതുവരെ ഭാര്യയെ ഒരു മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയും അടിക്കുകയും അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ചെയ്തിട്ടില്ല. ഈ വോയിസ് എല്ലാം കേൾക്കുന്ന സമയത്ത് ഏതൊരാൾക്കും തോന്നിപ്പോകും ഇത്രയും നാൾ ഫിറോസ് ഖാൻ സെജിനയെ സഹിച്ചും ക്ഷമിച്ചും നിന്നല്ലോ, കൂടെ നിന്നല്ലോ. പിന്നെ എനിക്ക് തോന്നിയത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, സെജിനയും ഫിറോസ് ഖാനും സെപ്പറേറ്റ് ആവുന്നു. സെജിനക്ക് റസൂൽ പൂക്കുട്ടിയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാവുന്നു, അതിനകത്ത് കുട്ടികൾ ഉണ്ടാവുന്നു, അബോർഷൻ ചെയ്യുന്നു. സെജിനയുടെ ഉമ്മ സെജിനക്ക് ഇതിന് സപ്പോർട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് സീൻ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ്. അപ്പൊ ഇതൊരു പ്രീ പ്ലാനഡ് ആണോ എന്നൊരു സംശയം വരെ തോന്നിപ്പോകും. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് എല്ലാം റെക്കോർഡാക്കി വെച്ചേക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫിറോസ് ഖാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, ഡിവൈൻ ജസ്റ്റിസ് നടന്നു. അപ്പൊ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. താങ്ക് യു ഫോർ വാച്ചിങ്.